BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കേസുകൾ തീർപ്പാക്കുന്നതിലെ വർധനയും പ്രവർത്തന മികവും കൊണ്ട് കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നേട്ടത്തിന്റെ നെറുകയിൽ. 2023 സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ എന്ന ബഹുമതിയാണ് മട്ടാഞ്ചേരി സ്റ്റേഷൻ നേടിയത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹമായത്. 2023 സ്റ്റേഷനിൽ ലഭിച്ച പരാതികൾ 100% തീർപ്പാക്കാനായത് എടുത്തു പറയാവുന്ന നേട്ടമാണ്. അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ കുറവ്, കേസുകൾ തീർപ്പാക്കുന്നത് മറ്റ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കൂടുതൽ. സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടികളിലും നേട്ടമുണ്ടാക്കാനായി 2023 6 കാപ്പ കേസുകളും 28 മുൻകരുതൽ തടങ്കൽ കേസുകളും എടുത്തു. സ്വയം എടുക്കുന്ന കേസുകളും കൂടുതലായിരുന്നു. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. 281 ലഹരി കേസുകളിൽ നടപടി സ്വീകരിച്ചു. സമൻസ്, വാറണ്ട് എന്നിവ നടപ്പാക്കുന്ന കാര്യത്തിലും സ്റ്റേഷൻ മുന്നിലെത്തി. സ്റ്റേഷൻ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതും ജനമൈത്രി സമിതി പ്രവർത്തനവും സ്റ്റേഷന്റെ മികവിന് കാരണമായി. വർഗീയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായില്ലെന്നതും നേട്ടമായി. സംസ്ഥാനത്ത് 2023 ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം തലശ്ശേരി സ്റ്റേഷനാണ് ലഭിച്ചത്. മട്ടാഞ്ചേരിക്ക് 2ാം സ്ഥാനവും പുന്നപ്ര, പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷനുകൾ 3ാം സ്ഥാനം പങ്കിട്ടു. ADGP മനോജ് എബ്രഹാമിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് മികവ് വിലയിരുത്തിയത്. പെരിയാർ വാലി കനാലുകളിൽ വെള്ളത്തിന്റെ കലക്കൽ മാറ്റാൻ ഭൂതത്താൻ കെട്ട് ബറാജിന്റെ ഷട്ടറുകൾ ചെറുതായി തുറന്ന് ചെളി ഒഴുക്കൽ തുടങ്ങി. 5 ഷട്ടറുകൾ ആകെ 2.5 മീറ്റർ ഉയർത്തിയാണ് പെരിയാറിന്റെ അടിത്തട്ടിൽ അടിഞ്ഞ ചെളി ഒഴുക്കുന്നത്. ഇതോടെ ഭൂതത്താൻ കെട്ടിന് താഴേക്ക് പെരിയാറിൽ കലക്കവെള്ളമാണ് ഒഴുകുന്നത്. ഇത് ശുദ്ധജല പദ്ധതികളെ പ്രതിസന്ധിയിലാക്കും. ഭൂതത്താൻ കെട്ടിൽ ജലനിരപ്പ് കൂടുതൽ താഴ്ന്നാൽ കനാലുകളിൽ ജലവിതരണത്തെയും ബാധിക്കും. 34.85 മീറ്ററായിരുന്ന ജലനിരപ്പ് ഇന്നലെ വൈകിട്ട് 34.7 മീറ്ററിലേക്ക് താഴ്ന്നിട്ടുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ട് ശുചീകരണത്തിനായി തുറന്നപ്പോൾ ഒഴുകിയെത്തി ഭൂതത്താൻ കെട്ട് ബറാജിൽ അടിഞ്ഞ ചെളി പെരിയാർ വാലി കനാലുകളിൽ കലക്കവെള്ളം ഒഴുകുന്നതിന് കാരണമായി. പെരിയാറിൽ ചെളി അടിഞ്ഞത് ഭൂതത്താൻ കെട്ടിന് മുകളിലേക്കുള്ള ശുദ്ധജല പദ്ധതികളെയും കനാലിനെ ആശ്രയിച്ചുള്ള ജലപദ്ധതികളെയും ശുദ്ധജല സ്രോതസ്സുകളെയും ഇതോടെയാണ് പെരിയാറിലൂടെ തന്നെ ചെളി ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചത്. തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്കേൽക്കാനിടയായ നൃത്ത പരിപാടിയുടെ സംഘാടകന് ജാമ്യം. ഈ പരിപാടിയുടെ സംഘാടകരായിരുന്ന ഓസ്കർ ഇവന്റ്സ് ഉടമ PS ജനീഷിനാണ് എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളി. പരിപാടിയുടെ നടത്തിപ്പുകാരനായ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ അടക്കമുള്ളവർക്കും നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മുൻപ് നികോഷ് കുമാറും ജനീഷും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ ഹാജരാകാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. തുടർന്ന് നികോഷ് ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ജനീഷ് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന്റെ പിറ്റേന്ന് പോലീസ് തൃശൂരിലെത്തി ജനീഷിനെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. മരുന്നിനൊപ്പം ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, റെസിപ്പിറ്ററി തെറാപ്പി തുടങ്ങിയ ചികിത്സകളും നടക്കുന്നുണ്ട്. ഡിസംബർ 29-നുണ്ടായ അപകടത്തിന് ശേഷം വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്ന ഉമാ തോമസിനെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് മുറിയിലേക്ക് മാറ്റിയിരുന്നു. ഉമാ തോമസ് ചെറുതായി നടക്കാനും തുടങ്ങിയിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. പുതുവർഷത്തിലും കുറയാതെ ജില്ലയിൽ ലഹരി കേസുകൾ. പോലീസ്, എക്സൈസ് വകുപ്പുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ലഹരി കേസുകളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. SNDAPS അഥവാ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് ലഹരി ഇടപാട് കേസുകളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള വിവിധ വകുപ്പുകൾ കേസെടുക്കുന്നത്. കർശന വ്യവസ്ഥകൾ നിയമത്തിൽ പറയുമ്പോഴും ലഹരി ഉപയോഗത്തിന്റെയും ലഹരി മരുന്ന് വിൽപ്പനയുടെയും കണക്കുകളിൽ കാര്യമായ കുറവ് വരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒരു വർഷത്തിനിടെ ജില്ലയിൽ ഇരുവകുപ്പുകളും ചേർന്ന് 3500ഓളം ലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ പോലീസിന് കീഴിൽ മാത്രമായി 2000-ലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. റൂറൽ ജില്ലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം 1302 കേസുകൾ
കേസുകൾ എടുത്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പിൽ 939 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2023 എക്സൈസ് വകുപ്പ് ജില്ലയിൽ എടുത്തത് 920 കേസുകളാണ്. പോലീസ് 1693 കേസുകളും എടുത്തിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.